കോട്ടയം പാലായിൽ നിരവധി വിദ്യാർത്ഥിനികളാണ് ഹോസ്റ്റലുകളിലും മറ്റും ഇപ്പോഴും തുടരുന്നത്. പ്രധാന നഗരങ്ങളിലേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടതിനാൽ പലരും വീടുകളിലേക്ക് തിരിച്ചു പോയിട്ടില്ല. ഫയർഫോഴ്സ് വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്ന നടപടികൾ തുടരുകയാണ്. മിഥുൻ അയ്യപ്പന്റെ റിപ്പോർട്ട്. കോട്ടയം പാലായിലെ വിവിധയിടങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ശക്തമായിട്ടുള്ളൊരു സാഹചര്യമാണ്, വലിയ അപകടകരമായിട്ടുള്ള സാഹചര്യമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആ സാഹചര്യം കുറച്ച് അയവ് വന്നിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും നിരവധി കോളേജുകളും ഹോസ്റ്റലുകളും ട്രെയിനിങ് സെൻ്ററുകളും എല്ലാം ഉള്ള ഇടമായതിനാൽ തന്നെ നിരവധി വിദ്യാർത്ഥികൾ പല ഹോസ്റ്റലുകളിലും അതുപോലെ തന്നെ പെയിൻ ഗസ്റ്റ് കേന്ദ്രങ്ങളിലെല്ലാം തന്നെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവർ പുറത്തേക്ക് വീടുകളിലേക്ക് പോകാൻ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും വാഹന സൗകര്യമാണ് അവർക്ക് വലിയ ദുരിതമായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഫയർഫോഴ്സ് ഡിങ്കി റബ്ബർ ബോട്ടുകളിലായി അത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ പുറത്തെത്തിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അത്തരത്തിലുള്ള ശ്രമത്തിനിടയിലാണുള്ളത്. എന്താണ് ഇപ്പോൾ ഈ ഹോസ്റ്റലുകളെല്ലാം കൂടുതൽ ഉള്ള കേന്ദ്രമാണ്, അവിടങ്ങളിലുള്ള ഒരു പ്രശ്നം, അവർ വിദ്യാർത്ഥികൾ നേരിടുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് എന്താണ്? ഹോസ്റ്റലുകളെല്ലാം കൂടുതലായിട്ടും വൈദ്യുതിയുടെ അതുപോലെ തന്നെ വെള്ളം, ശുദ്ധജലം, ഇത് ഉറപ്പായിട്ടും ഒരു നില പൂർണ്ണമായിട്ട് മുങ്ങിയതാണ്. കൂടുതലും ഹോസ്റ്റലുകൾ രണ്ടാം നില പെയിൻ ഗസ്റ്റ് ആയിട്ടാണ് കൂടുതൽ ആൾക്കാർ താമസിക്കുന്നത്. അപ്പം ഒരു നില പൂർണ്ണമായിട്ട് മൂടിയാൽ വൈദ്യുതി അതുപോലെ തന്നെ ശുദ്ധജലം ഇതിൻ്റെ ദൗർലഭ്യം അവർക്ക് ശരിക്കും നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം പെട്ടെന്ന് എമർജൻസി ആയിട്ട് വന്നതായതുകൊണ്ട് അവിടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഇങ്ങനെ പല കാര്യങ്ങളും നശിച്ചു പോയതുകൊണ്ട് ഇവരെല്ലാം രണ്ടാം നിലയിൽ താൽക്കാലികമായിട്ട് താമസിക്കുകയാണ്. അപ്പം നിലവിലത് കൂടുതൽ സമയം മുന്നോട്ട് പോകും തോറും ഈ ശുദ്ധജലം അതുപോലെ തന്നെ ലൈറ്റ്, നമ്മുടെ ഫോൺ അങ്ങനെയുള്ള ഉപകരണങ്ങളെല്ലാം ഈ പറഞ്ഞ പോലെ ചാർജ് തീരുന്ന അവസ്ഥയായി കാണും. അപ്പോൾ ഇങ്ങനെയുള്ള അതായത് വീട്ടുകാരെ വിളിക്കാനും അങ്ങനെയുള്ള പാനിക്കാവുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നിലവിൽ ഈ പറഞ്ഞ പോലെ ഇന്നലെ ആണെങ്കിൽ പോലും ഈ പറഞ്ഞ പകൽ സമയങ്ങളിൽ നമ്മൾ പറയുമ്പോൾ പലരും അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ രാത്രി ആകുമ്പോഴത്തേനും ഈ പറഞ്ഞ പോലെ നമ്മുടെ വെളിച്ചത്തിൻ്റെ കുറവും എല്ലാം പലപ്പോഴും നമ്മൾ രക്ഷാപ്രവർത്തനത്തെ പുറകോട്ട് ബാധിക്കും. അപ്പം ആരെങ്കിലും മെഡിക്കൽ എമർജൻസി അങ്ങനെയുള്ള ആൾക്കാർ പരമാവധി പകൽ സമയങ്ങളിൽ തന്നെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുന്നതായിരിക്കും. അതായത് ഒന്നെങ്കിൽ ഏതെങ്കിലും അടുത്ത ബന്ധുവീടുകളിലേക്കോ മറ്റും അവരുടെ വാല്യുബിൾസായ സാധനങ്ങളെടുത്ത് മാറുന്നതായിരിക്കും കൂടുതൽ സുരക്ഷിതം. ഇപ്പോൾ മഴ ഒന്ന് മാറി നിൽക്കുന്ന അവസ്ഥയുണ്ട് ഇന്ന് രാവിലെ മുതൽ പുലർച്ചെ മുതൽ. അപ്പോൾ ഇവിടുത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് ഈ വെള്ളം വലിയാനുള്ളൊരു സാഹചര്യം അതുപോലെ തന്നെ ഇവിടെ തന്നെ തുടരുന്നതിൽ എത്രത്തോളം സുരക്ഷിതത്വം ഉണ്ട്? ഇപ്പോൾ നിലവിലത്തെ സാഹചര്യം മഴ മാറി നിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം നിലവിൽ കോട്ടയം മേഖലയിലേക്ക് വെള്ളം ഒഴുകിപ്പോകുന്ന സാഹചര്യമാണുള്ളത്. അപ്പം നിലവിൽ ഇപ്പം നമുക്ക് മഴയുടെ കാര്യം കൂടുതലായിട്ട് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും ഈ ഒരു സാഹചര്യം തുടരുവാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും വെള്ളം ഇറങ്ങി ഇവിടുത്തെ പാലായിലെ നിലവിലെ സാഹചര്യം വെച്ച് ഇറങ്ങി പോകേണ്ടതാണ്. എങ്കിൽ പോലും കുട്ടികളും പ്രായമായവരും അതുപോലെ തന്നെ അസുഖബാധിതരായ ആളുകൾ വീടുകളിലുണ്ടെങ്കിൽ അവർ ഫയർ ആൻഡ് റെസ്ക്യൂവിനെ ബന്ധപ്പെട്ട് അവർ ഇപ്പം നിലവിൽ കോട്ടയം അതുപോലെ തന്നെ പത്തനാപുരം അതുപോലെ തന്നെ കടുത്തുരുത്തി ഇങ്ങനെ പല മേഖലയിൽ നിന്നുള്ള സേനാവിഭാഗം നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം ആവശ്യത്തിന് ജീവനക്കാർ ഇപ്പം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ അവരുടെ കൂടെ സഹായത്തോടു കൂടി ഇപ്പം നിലവിൽ ഇവരെല്ലാം രക്ഷാപ്രവർത്തനം നടത്താനുള്ള സാഹചര്യമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ഇവർ നമ്മളെ ബന്ധപ്പെടുകയാണെങ്കിൽ അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. ഇവർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടുന്ന് പുറത്ത് കടന്നു കഴിഞ്ഞാൽ വീടുകളിലേക്ക് പോകാനുള്ള വാഹന സൗകര്യം ഇല്ല എന്നുള്ളൊരു കാര്യം കൂടി അവർ ഉന്നയിക്കുന്നുണ്ടല്ലോ. അത്രയും വരെ വാഹന സൗകര്യത്തെക്കുറിച്ച് ഇപ്പം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുകയില്ല. എങ്കിൽ പോലും ഇപ്പം ടൗണിലേലും മറ്റു മേഖലകളിലേക്ക് മാറി, അതായത് ഇപ്പം വെള്ളത്തിൻ്റെ പ്രശ്നമില്ലാത്ത മേഖലയിലേക്ക് മാറിയിരിക്കുകയാണെങ്കിൽ അവർക്ക് ശുദ്ധജലമോ അല്ലെങ്കിൽ ഭക്ഷണമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് തന്നെ അവർക്ക് കൂടുതൽ മെച്ചമായിരിക്കും. തീർച്ചയായിട്ടും അത് തന്നെയാണ്. നിരവധി കുട്ടികൾ ഈ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് ഇപ്പോഴും അവിടെ തന്നെ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നിലവിലെ സാഹചര്യം അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് മാറിയിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു പെട്ടെന്നുള്ളൊരു മഴ അതെല്ലാം നമ്മൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അപകടകരമായ ഒരു സാഹചര്യത്തിൽ നമ്മൾ പൂർണ്ണമായും മുക്തമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സുരക്ഷിതമായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കണം എന്നുള്ളത് തന്നെയാണ് ഫയർഫോഴ്സ് അടക്കം വ്യക്തമാക്കുന്നത്. ആവശ്യങ്ങൾക്ക് ഫയർഫോഴ്സിനെ ബന്ധപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള ബോട്ടുകളിൽ അവിടങ്ങളിലെത്തി അവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിന്നുകൊണ്ടിരിക്കുന്നത്. പാലായിൽ ഇപ്പോഴും നിരവധി കേന്ദ്രങ്ങളിൽ വെള്ളക്കെട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓറഞ്ച് അലർട്ട് 12 ജില്ലകളിലേക്ക് വ്യാപിപ്പിച്ചു. പക്ഷേ മഴ ശമിക്കും എന്ന സൂചനകളും വരുന്നുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വലിയ മഴ പെയ്യാനുള്ള സാധ്യതയാണ് ഉള്ളത്.